ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കിങ് ഫിഷ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോ വെയിറ്റ് വരും. ആദ്യം നമുക്ക് മീനിൽ പുരട്ടി വെക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് പുളിപ്പ് കിട്ടാനായി ഒരു നാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് ലൂസാക്കി എടുക്കാം. എന്നാലേ നമുക്ക് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റൂ. 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാല നമുക്ക് മീനിൽ നന്നായിട്ട് പുരട്ടിയെടുക്കാം. തിരിച്ചു വെച്ച് മറ്റേ സൈഡിലും നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം. മുകൾ ഭാഗത്ത് നന്നായിട്ട് മസാല പുരട്ടിയ ശേഷം ഇതിൻ്റെ സൈഡിലും കൂടി നന്നായിട്ട് പുരട്ടി കൊടുക്കണം, ഇതുപോലെ. അതിനുശേഷം ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം മസാലയൊക്കെ പിടിച്ച് മീൻ നന്നായിട്ട് റെഡിയായി ഇരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ ഒരുപാട് ഓയിലിട്ട് മുക്കി പൊരിക്കുന്നില്ല. ആവശ്യത്തിനുള്ള കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു സൈഡ് ഫ്രൈ ആകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എന്നാലേ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഒരു 4 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്